പ്രതിരോധ കയറ്റുമതിയിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യ. രാജ്യത്തിന്റെ അഭിമാന നേട്ടമായ ബ്രഹ്മോസ് സ്വന്തമാക്കുന്നതിനായി ഗൾഫ്, ലാറ്റിൻ അമേരിക്ക, ഏഷ്യൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം അതിവേഗം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആവശ്യകത വർദ്ധിച്ചതോടെ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിലെത്തി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 56 മടങ്ങ് വർദ്ധിച്ചതായാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാജ്യത്ത് നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ ലോകത്തെ 80-ലധികം രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ശ്രദ്ധേയവും അഭിമാനവുമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കുന്നത്. ഗൾഫ് മേഖലയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ പശ്ചിമേഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും 6ഓളം പ്രമുഖ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നതെന്നാണ് വിവരം. ഇതോടെ ആഗോള ആയുധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് പുതുകരുത്ത് വന്നിരിക്കുകയാണ്. സൗദി അറേബ്യ, ഈജിപ്ത്, തായ്ലൻഡ്, ബ്രസീൽ, ചിലി തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഗൾഫ് മേഖലയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ ചർച്ചകൾ കരാറിലേക്ക് നീങ്ങിയാൽ ഗൾഫ് മേഖലയിലേക്കുള്ള ബ്രഹ്മോസിന്റെ ആദ്യ കയറ്റുമതി എന്ന ചരിത്ര നേട്ടം ഇന്ത്യ സ്വന്തമാക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2013-2014 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടി രൂപ മാത്രമായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2025-2026 സാമ്പത്തിക വർഷത്തിൽ 38,424 കോടി രൂപയായി ഉയർന്നു. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 62.66% വളർച്ചയാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത്. പ്രതിരോധ ഉൽപാദന രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന മുന്നേറ്റത്തിന്റെ വ്യക്തമായ തെളിവായാണ് ഈ കണക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. ഈ വളർച്ചയ്ക്ക് പിന്നിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനവും നിർണായകമാണ്. പൊതുമേഖലാ കമ്പനികളുടെ പ്രതിരോധ കയറ്റുമതി 151% വർദ്ധിച്ച് 21,071 കോടി രൂപയിലെത്തിയിരിക്കുന്നു. സ്വകാര്യ മേഖലയും 17,353 കോടി രൂപയുടെ കയറ്റുമതിയിലൂടെ ശ്രദ്ധേയ സംഭാവനയാണ് നൽകിയത്. നിലവിൽ 145 സജീവ പ്രതിരോധ കയറ്റുമതി കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ബ്രഹ്മോസിനു പുറമെ ആകാശ് മിസൈൽ സംവിധാനം, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, അത്യാധുനിക റഡാറുകൾ, പീരങ്കികൾ, പെട്രോൾ ബോട്ടുകൾ തുടങ്ങിയ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്കും ആഗോള വിപണിയിൽ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. സൈപ്രസ്, ഗ്രീസ്, നോർഡിക് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനൊപ്പം വിശ്വസനീയമായ കയറ്റുമതി രാജ്യമായും ഇന്ത്യ ഉയർന്നു വരുന്നതിന്റെ സൂചനകളായാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിംഗപ്പൂരിൽ നടന്ന ഷാങ്ഗ്രി-ല ഡയലോഗിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വ്യക്തമാക്കിയതനുസരിച്ച് വിയറ്റ്നാമുമായി ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിതരണ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായുള്ള സമാന കരാർ അവസാന ഘട്ടത്തിലുമാണ്. ഇതിനു മുമ്പ് $375 മില്യൺ മൂല്യമുള്ള ബ്രഹ്മോസ് കരാർ ഫിലിപ്പീൻസ് ഇന്ത്യയുമായി ഒപ്പുവച്ചിരുന്നു. അർമേനിയയ്ക്ക് ATAGS അത്യാധുനിക ഡോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ, ആകാശ് 1S മിസൈൽ സംവിധാനങ്ങൾ എന്നിവയും ഇന്ത്യ വിജയകരമായി കൈമാറിക്കഴിഞ്ഞു. ഏകദേശം 2.8 മാക് വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിലൊന്നാണ്. ഏറ്റവും പുതിയ പതിപ്പിന് 450 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ടെങ്കിലും മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം വ്യവസ്ഥകൾ പാലിക്കുന്നതിനായി കയറ്റുമതിക്കുള്ള പതിപ്പുകളുടെ ദൂരപരിധി 300 കിലോമീറ്ററിനുള്ളിലേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസിന് ആണവായുധവും വഹിക്കാൻ കഴിയും. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാനാകുന്ന ഈ മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. റഷ്യയുടെ പുതിയ അന്തർവാഹിനികളിലും ബ്രഹ്മോസ് ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ പരിഗണിക്കപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും കൈവരിക്കുന്ന ഈ മുന്നേറ്റം ഇന്ത്യയെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന രാജ്യമെന്നതിലുപരി ആഗോള പ്രതിരോധ വിപണിയിലെ പ്രധാന വിതരണക്കാരായി ഉയർത്തുകയാണ്. അതിവേഗം വളരുന്ന ഡ്രോൺ വിപണിയും അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയും ചേർന്ന് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് ഇനിയും കൂടുതൽ ഉയർച്ച കൈവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
വാർത്തയുടെ നിറം തേടി തനിനിറം.